ചെങ്ങനാശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന കാളാശ്ശേരി പിതാവ് സ്വന്തമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാനുള്ള സഭയുടെ അവകാശങ്ങളെ മുറുക്കെ പിടിക്കുന്ന ഒരു ഇടയലേഖനം എഴുതി. ഉടനെ തിരുവിതാംകൂറിലെ അന്നത്തെ ദിവാൻ സർ CP-യുടെ ഉത്തരവുണ്ടായി, ആ ഇടയലേഖനം ഉടൻ തന്നെ പിൻവലിക്കണമെന്ന്. എന്നാൽ പിതാവ് ഇതിന് തയ്യാറായിരുന്നില്ല. തന്മൂലം പിതാവിനെതിരെ ഏത് നിമിഷവും അറസ്റ്റുണ്ടാകുമെന്ന വാർത്ത നാട്ടിലെങ്ങും കാട്ടുതീ പോലെ പടർന്നു. ജയിലിൽ പോകുവാൻ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച പിതാവ് നേരെ ഭരണങ്ങാനത്തേക്ക് വന്നു. അതിരൂപതയുടെ കാര്യങ്ങൾ മുന്നേ തന്നെ ഭരമേൽപ്പിച്ചിരുന്ന അൽഫോൻസാമയെ വിവരമറിയിച്ചു. കണ്ണീരോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാനല്ലാതെ ഈ എളിയ ദാസിക്ക് മറ്റെന്തു ചെയ്യുവാൻ സാധിക്കും? എങ്കിലും ഈശോ തൻ്റെ ഉള്ളിൽ തോന്നിച്ച ആശ്വാസവചനം അൽഫോൻസാമ പിതാവിനോട് പറഞ്ഞു. പിതാവിനെ ആരും അറസ്റ്റ് ചെയ്യുകയില്ല. തന്നെയുമല്ല, സ്ഥാനചലനമുണ്ടാകുന്നത് പിതാവിനല്ല, മറിച്ച് ദിവാനു തന്നെയായിരിക്കും. ആശ്വാസത്തോടെ പിതാവ് മടങ്ങി. ദിവസങ്ങൾക്ക് ശേഷം പിതാവിനെ ആരും അറസ്റ്റ് ചെയ്തില്ല, ജയിലിലടയ്ക്കുകയും ചെയ്തില്ല. തന്നെയുമല്ല, തക്കതായ കാരണങ്ങൾ മൂലം സർ CP തന്നെ തൻ്റെ സ്ഥാനം രാജിവെച്ച് ഒഴിഞ്ഞു. ഭാരതത്തിൻ്റെ ആദ്യത്തെ വിശുദ്ധയായ അൽഫോൻസാമേ, ഞങ്ങളുടെ മാതൃരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ.